ജമന്തി. അയ്യോ അവള് പഠിക്കാൻ പോയില്ലേ? ഓ അവള് ക്ലാസ്സിന് പോയല്ലോ അല്ലേ? അമ്മ ഞാൻ ഇറങ്ങുമോ? ആ എന്നാ ഇറങ്ങി. ഇതെന്താ ഇത്? നിങ്ങൾ എവിടെ പോയിട്ട് വരികയാണോ പോവാണോ? അമ്പലത്തിൽ പോയതാടാ. കുറച്ച് മെഴുകുതിരി എത്തിച്ചേ. അമ്പലത്തിൽ മെഴുകുതിരി എത്തിച്ച? അല്ല അതല്ലയാ, ഇവിടെ അമ്പലത്തിൽ കയറിയപ്പോ ഞാൻ തൊട്ടടുത്തുള്ള പുണ്യാളന് കുറച്ച് മെഴുകുതിരി എത്തിച്ചു. അതൊരു നല്ല കാര്യം തന്നെ. എന്താ കാര്യം? അതൊക്കെ ഉണ്ട്, വിശേഷമുണ്ട്. നീ പറ. ക്ലീറ്റോ പറഞ്ഞോ? എന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഇപ്പോഴാണ് അതിന്റെ ഒരു ടാർഗറ്റിലേക്ക് എത്തിയത്. എന്തോന്ന്? അതെ അമ്മ, പാർട്ടിയുടെ ജില്ലാ മെമ്പറായിട്ട് എന്നെ തെരഞ്ഞെടുത്തു. ആണോ? സന്തോഷം. പിന്നെ ആദ്യം നമ്മൾ പോയി കർത്താവിനെ അറിയിച്ചിട്ട് പിന്നെ വീട്ടുകാരെയൊക്കെ അറിയിക്കാന്ന് കരുതി. ഇന്നലെ ഫോൺ ചെവിന്ന് താഴെ വെക്കാൻ പറ്റിയിട്ടില്ലടാ. ആരാണ്ടൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ വിളിക്കുന്നു. സെക്രട്ടറിയൊക്കെ വിളിച്ചു, സെക്രട്ടറി MLA അങ്ങനെ. ഇന്ന് വൈകുന്നേരം ആക്കും. ഔദ്യോഗികമായിട്ട് ഇന്ന് വൈകിട്ടാണ് അത് പ്രഖ്യാപിക്കുന്നത്. കൊറേ കാലം കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, ഇതാ പറയുന്നത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ രക്ഷപ്പെട്ടല്ല, അത് മതി. അമ്മ അത് അങ്ങനെയല്ല. അങ്ങനെ തന്നെയല്ലേ? ആർക്കറിയാം. അതെ, ഇനി അമ്മയ്ക്ക് റേഷൻ കാർഡ് വേണമെങ്കിൽ റേഷൻ കാർഡ്, മറ്റേ ഐഡന്റിറ്റി കാർഡ് വേണമെങ്കിൽ അത്, ആധാർ കാർഡ് വേണമെങ്കിൽ അത്, എല്ലാ സാധനവും ക്ലീറ്റോനോട് പറഞ്ഞാൽ മതി, ക്ലീറ്റോ ഉണ്ടാക്കി തരും. പിന്നെ അമ്മ ഇനി ഒരു സർക്കാർ ഓഫീസിലും പോയി ഇങ്ങനെ ഒന്നും നിൽക്കണ്ട. നേരെ ഇടിച്ച് അങ്ങോട്ട് കയറുക, പറയുക മെമ്പർ ക്ലീറ്റോയുടെ അമ്മായിയമ്മയാണെന്ന്. അല്ല അതൊക്കെ ആയിട്ട് പോരെ? ആയില്ലല്ലോ. വൈകുന്നേരം ആവുമല്ലോ. ആയെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ? ഇന്നലെ രാത്രി എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചു. ഇനി ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഇത് ആൾക്കാരുടെ മുമ്പിൽ ഒരു പ്രഹസനം, ഔദ്യോഗികമായിട്ടാണെങ്കിലും എല്ലാം തീരുമാനിച്ചു വെച്ചു. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. ജമന്തി ഇവിടെ? അയ്യോ അവള് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. അവള് പഠിക്കട്ടെ, അവൾക്കൊരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കും. അയ്യോ വേണ്ട, ബന്ധു നിയമനം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പേരിൽ വലിയ പുകലാവും. എന്നിട്ട് അവസാനം നിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു പോകും. ക്ലീറ്റോൻ അങ്ങനെ സംഭവിക്കൂല. ക്ലീറ്റോൻ എല്ലാം എന്ത് വേണേലും ചെയ്യാം. പിന്നെ മാത്രമല്ല, ഇത് പാലായിലുള്ള ക്ലീറ്റോയുടെ ബന്ധുക്കൾക്കൊന്നും അല്ലല്ലോ ജോലി മേടിച്ചു കൊടുക്കുന്നത്. ഇത് ഇവിടെയുള്ളൊരു ജമന്തിക്ക്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ ഞാന് 1-2 കാര്യങ്ങൾ മനസ്സിലിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ റോഡ് ഒന്ന് ടാർ ചെയ്യിപ്പിക്കണം, ഈ വഴി നമ്മുടെ വീട്ടിൽ. പിന്നെ അളിയന്റെ ഒരു പ്രമോഷന്റെ കാര്യം, അതെന്റെ മനസ്സിൽ അളിയന് എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അതൊന്നും പോരാ. പിന്നില്ലേ ഇനി ക്ലീറ്റോന് സ്വന്തമായിട്ട് മറ്റേ രസീത് ബുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. രസീത് ബുക്ക്. ഇനി ആ വക പരിപാടികൾ ഇനി നടക്കില്ല. ഇനി സ്വന്തമായിട്ട് റെസീറ്റ് ബുക്ക് അടിച്ചിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അവൾ ഉദ്ദേശിച്ച അതല്ല. എന്റെ ലെറ്റർ ഹെഡ് ഇല്ലേ, ലെറ്റർ പാഡ്, ഇതൊക്കെ വെച്ചിട്ടുള്ള ലെറ്റർ ഹെഡ് ഉണ്ടല്ലോ, അതാ. അതിനിപ്പോ കൊണ്ട് കൊടുത്താ എവിടെയും എന്ത് കാര്യവും നടക്കും. നീ അന്ന് മറ്റാ തെണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ നിന്നെ കുറെ വഴക്ക് പറഞ്ഞു. ഏത് തെണ്ടിത്തരം? അല്ല, നിന്നെ പാർട്ടിയിൽ വളർത്തി വലുതാക്കിയിട്ടുള്ള മറ്റേ അത് ആ ഗ്രൂപ്പ് വിട്ടിട്ട് നീ മറ്റേ സെക്രട്ടറിയുടെ ഗ്രൂപ്പിലേക്ക് ചാടിയില്ലേ? അല്ല അത് ഇങ്ങനെ ഒരു പരിപാടി മുന്നേ കണ്ടോണ്ടായിരുന്നല്ലേ? അതൊന്നുമല്ല, ഞാൻ നേരം നിറയൊക്കെയുള്ള രാഷ്ട്രീയക്കാരനാ. അവരുടെ നിലപാടുകൾ ശരിയല്ല എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അപ്പോഴും കാലം മാറി, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിന്ന് മെമ്പറായി, MLA ആയി, മന്ത്രി വരെ ആകാം, സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറിയാലോ. അങ്ങനെയൊന്നും ആവില്ലമ്മ. ഇത് ഇവരുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലെ ഒരു അംഗം അത്രേ ഉള്ളൂ. ജില്ലയിലൊരു മെമ്പറാണ്. വലിയ സംഭവല്ലേ? അല്ല അമ്മക്ക് രാഷ്ട്രീയമൊക്കെ അറിയാമോ? പിന്നെ എന്റെ ഹവീൽദാർ പെൻഷനായ ശേഷം രാഷ്ട്രീയത്തിലങ്ങ് ഇറങ്ങുമല്ലായിരുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് പെൻഷനായതിനു ശേഷം എന്തോ ഒരു രാഷ്ട്രീയമായിരുന്നു. പക്ഷെ എനിക്കൊരു ദുഃഖമുണ്ട്. അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിലും മന്ത്രിയായി മന്ത്രി കസേരയിൽ ഇരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചില്ല. എന്തായാലും എന്റെ മരുമോനായിട്ട് അത് സാധിച്ചല്ലോ, എനിക്ക് അത് മതി. അതായിരിക്കും മരുമോന് ദൈവം കൊണ്ടു കൊടുത്തത്. നിന്റെ ഭാഗ്യമാണ്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഇനി അടുത്തങ്ങോട്ട് മന്ത്രിയോ MLA എല്ലാം ആവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. വൈകുന്നേരം മുന്നോട്ടോ, ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട്. ഓ സന്തോഷം. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യണോ? വേണ്ട ഒന്നും വേണ്ട. അളിയൻ പ്രാർത്ഥിച്ചാ അല്ലെ, അവനോടൊന്ന് പറഞ്ഞേക്കണേ, ഫാസിലിനോടെ. അവനോട് ഞാൻ പറയാം. ശരിയപ്പോ ഇല്ല, ഞാൻ പോട്ടെ, എനിക്ക് കുറെ പണിയുണ്ട്. എന്നാ സമയം കിട്ടുമ്പോൾ മോനോട് രഹസ്യമായിട്ടൊരു കാര്യം പറയണം. എന്നെ ഇനി ആൾക്കാരൊക്കെ കൂടുതൽ നിൽക്കുമ്പോൾ തീരെ മോശമാകുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന്. വേറൊന്നുമല്ല, കൂടെ എപ്പോഴും 4-5 പേരിന്റെ ഉണ്ടാവും ആണികളെ.
അവനങ്ങനെ സ്വഭാവമുണ്ട്. അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്നത്തെ നില അവൻ അങ്ങനെ അളിയൻ എന്നുള്ളൊരു വിചാരമല്ലേ ഉള്ളൂ അവന്. അവനറിയാത്തൊക്കെ പറഞ്ഞു. ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ. ശരി, ഞാൻ കൂടെ ചെല്ലട്ടെ അമ്മ, പായസത്തിന്റെ പണിയൊക്കെ ഞാൻ കാപ്പി കുടിച്ചത്. ഇന്നലെ രാത്രി ഞാനുണ്ടല്ലോ ഈ എന്തൊക്കെ സ്വപ്നങ്ങളാ കണ്ടതറിയാവോ ഉറക്കത്തില്. ഞാൻ ഉറങ്ങിയിട്ടില്ല ക്ലീറ്റോ. അതല്ലേ ഞാൻ കേട്ടു നിങ്ങൾ വർത്താനം പറയണത്. എന്തോടി എടാ അങ്ങോട്ട് മാറിയില്ലടാ, നിന്നോടൊക്കെ എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? അങ്ങനെയൊക്കെ ആരോടായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മുടെ അണികളോടായിരിക്കും. നീ കഴിക്കുന്നില്ലോടി? എനിക്കിത് അറിഞ്ഞ പിന്നെ വിശപ്പും ദാഹമൊന്നും ഇല്ല ക്ലീറ്റോ. ആകെ ഒരു സംഭ്രമ. അതെ, ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കാനൊക്കെയായിരുന്നു. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത വാഗ്ദാനമൊക്കെ കൊടുക്കണ എന്ത് കാര്യത്തിനാ? ജമന്തിക്ക് ജോലി എന്ത് കാര്യത്തിനാ നമുക്ക് ജോലി കൊടുക്കണത്? നമ്മുടെ കുടുംബത്തെ കാര്യം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ അന്വേഷിക്കില്ല. എന്റെ പൊന്നു മന്തു, നീ എന്താ വിചാരിച്ചേ? ഞാൻ മെമ്പറായി കഴിഞ്ഞ ഉടനെ അവർക്ക് ജോലി ഉണ്ടാക്കാനാണ് ഞാൻ നടക്കണെന്നോ? ഇതിൻ്റെ ആങ്ങളേക്ക് പ്രൊമോഷനും അതിനൊക്കെയാണ് ഞാൻ ഈ മെമ്പറാവുന്നതെന്നാണ് നീ കരുതിയത്? അതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും കൊടുക്കും പോലെ വെറുതെ ഒരു വാഗ്ദാനം, അത്രേ ഉള്ളൂ. ഞാനങ്ങ് പേടിച്ചു പോയി. ഇനി അങ്ങനെ നീ ഇതുവരെ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. ഇനി അവരായിട്ട് നമ്മുടെ അടുത്ത് അങ്ങനെ വലിയ കളി കളിക്കാൻ വരൂല. നമ്മളങ്ങ് ഉയരാൻ പോവാണല്ലോ. നീ ഭയങ്കര സ്നേഹമായിരിക്കും. ഞാനങ്ങ് പേടിച്ചു. ഇനി അവക്കങ്ങനെ ജോലി മേടിച്ച് കൊടുക്കുമെന്നായിപ്പോയി. പിന്നെ നാളെ രാവിലെ കാപ്പി കുടിക്കാൻ ഞാൻ ഉണ്ടാവില്ല. സെക്രട്ടറി ഒരേ നിർബന്ധം നാളെ അവിടുന്ന് കഴിക്കണമെന്ന്. ഞാൻ എന്റെ അന്വേഷണം പറഞ്ഞിട്ട് അല്ല, നിന്നെ കൂട്ടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ സ്കൂളിൽ വിടണം, ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് നാണമല്ല, എനിക്ക് അവരൊന്നും വലിയ പരിചയമില്ലല്ലോ. അടിക്കുന്നു 100 ആയുസാ കേട്ടോ അച്ചായന്. അച്ചായ ഗുഡ് മോർണിംഗ്. ഓ എന്താ ചേ അവിടെ ഫാം ഹൗസിൻ്റെ ഇന്നലെയോ? ഇല്ല, ഞാനവനെ കണ്ടു, എന്നോടൊന്നും പറഞ്ഞില്ല അച്ചായ. അച്ഛാ അച്ഛാ അതൊന്നും വേണ്ട, ഞാൻ ക്ലിയർ ചെയ്ത് തരാം അച്ഛാ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം അച്ഛാ. അച്ഛാ വേണ്ട അച്ഛാ, ഇല്ല അച്ഛാ അങ്ങനെയൊന്നും വേണ്ട. ഇല്ല അച്ഛാ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഞാൻ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോൾ തന്നെ പോവാം. ഇല്ല അച്ഛാ വേറൊന്നും വിചാരിക്കണ്ട. ഹലോ ഹലോ. ഓ എന്താ എനിക്ക് അറിഞ്ഞോളൂ, നിന്റെ ആങ്ങളൊക്കെ എന്തിന്റെ കുഴപ്പമാണ്? എന്താ വിളിച്ചോ? അവൻ കാണിച്ച തെണ്ടിത്തരം എന്താണെന്നറിയാമോ? സേവർ അച്ഛൻ്റെ ഫാം ഹൗസിലെ കറണ്ട് കട്ട് ചെയ്തവൻ ഇന്നലെ വഴക്ക് പറഞ്ഞില്ല. അയാൾ ചോദിക്കണത് എന്നോട് നീ ഇങ്ങനെ തന്നെ ചെയ്യണോന്ന്. ഇവൻ എന്തിനാണ് ഇവന്? ഞാൻ അവൻ എന്ത് ദ്രോഹം ചെയ്യുന്നുണ്ട്? അവൻ രാവിലെ അവിടെ നിന്ന് തിരിച്ചെന്നത് ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തോ പണി എനിക്ക് ഒപ്പിച്ചിട്ടുണ്ട്. അറിയാതെ അവൻ എന്താ കൊച്ചു പിള്ളയാണോ അറിയാതെ ചെയ്യാൻ? ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ, മനഃപൂർവ്വം എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രക്ഷപ്പെട്ടു പോകുമല്ലോ. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിന് എനിക്ക് എന്റെ സ്ഥാനമാറ്റം നഷ്ടപ്പെട്ട എങ്ങോട്ടെങ്കിലും പോയി ചാവൂടി. അമ്മ നിങ്ങൾ പോവാൻ ഇറങ്ങിയാ? അയ്യോ ഞാൻ ദാ വരുന്നേ. ഇങ്ങോട്ട് ഇറങ്ങി വാ അമ്മ. അമ്മ എന്തിനമ്മ നിങ്ങൾ ഇങ്ങനെ ഒരു അസുരത്തിന് ജന്മം കൊടുത്തത്? അവൻ എന്നോട് എന്തിനിങ്ങനെ ചെയ്യണത്? അവന് എവിടെയെങ്കിലും ഒന്ന് ഓർമ്മിച്ചൂടെ അമ്മ? എന്തോന്ന് എന്തോന്ന് അമ്മേ, ക്ലീറ്റോന് മറ്റേതാവാൻ പറ്റൂന്ന് തോന്നണില്ല. അമ്മ എന്റെ പാർട്ടിയിലെ സെക്രട്ടറി ഇല്ലേ, അയാളുടെ ഫാം ഹൗസിൽ അവൻ പോയി കറണ്ട് കട്ട് ചെയ്തേക്കണ ഇന്നലെ. അവന് വല്ല ആവശ്യമുണ്ട്? എന്തിനാണോ ഞാനീ ചോദിക്കണേ? അവൻ അങ്ങനെ ചെയ്യുവോ? അവൻ അങ്ങനെ ചെയ്ത് എന്ത് വല്ല കാര്യം ഇന്ന് മെമ്പറാക്കാൻ വേണ്ടി ഈ സെക്രട്ടറി എന്ത് മാത്രം കഷ്ടപ്പെട്ടാണെന്ന് അറിയാമോ? അവനോട് വേഗം അത് ശരിയാക്കി കൊടുക്കാൻ പറയാം. അതെ, എന്നോട് ചോദിച്ചത് എന്താണെന്നറിയാമോ? നിന്റെ അളിയന് ഞാനാണെന്ന് അറിയില്ല, പിന്നെ എന്നിട്ട് എന്തിനാ ഇത് ചെയ്ത്? മനഃപൂർവ്വം ചെയ്തല്ലേ അമ്മ? ചിരിച്ചോണ്ട് ഇറങ്ങി പോയത് കണ്ട അമ്മ. ഇതൊക്കെയായിരുന്നു അവന്റെ മനസ്സില്. അവന്റെ ഉള്ളില് സാത്താനാണ് ഈ സാത്താൻ. അമ്മ ഇത് നോക്കിക്കാതെ അവനെ വിളിക്കണ്ടോ? ഒരു കാര്യം ചെയ്യാം. അമ്മ സംസാരിക്കാമ്മ. എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് എനിക്കൊന്നറിയണം. വല്ല കാര്യം ഉണ്ടായിരുന്ന അവൻ എടുക്കുന്നില്ല. അവൻ എടുക്കൂല. അവനെന്റെ നാശം കാണണം. അവൻ എടുക്കൂല. അതെ, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഒന്നിൽ ഈ വീട്ടിൽ അവൻ മതി, അല്ലെങ്കിൽ ഞാൻ മതി. അവനെ ഞാൻ കൊല്ലും. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? എന്റെ വഴി അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, അവനെ കൊല്ലണം. നിങ്ങൾക്കറിയാമോ 10-20 വർഷം കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ രാഷ്ട്രീയ ഭാവി എല്ലാം ഒരു നിമിഷം കൊണ്ട് എന്റെ മണ്ണൊലിച്ചു പോയി. ഞാൻ പാതാളത്തിലേക്ക് എനിക്ക് ആരും വേണ്ട, ഞാൻ മതി കൊല്ലാൻ അവനെ. ജയിലിൽ കിടക്കേണ്ടി വരും. ഉള്ളതെല്ലാം എന്നോട് ചെയ്ത നീ ഒരു കാര്യം ചെയ്യേ.
സമാധാനപ്പെടുന്നു. ഹലോ അമ്മാവാ, ഓടി വാ അമ്മാവാ, ഇവിടെ എല്ലാം പ്രശ്നം. ഇന്നിപ്പോ ഇത്തിരി ആശ്വാസം ഉണ്ടല്ലേ? ക്ലീറ്റസിനും കൊണ്ടാ. ക്ലീറ്റസിനെ കൊണ്ടല്ലടോ, മറ്റേത് തുടങ്ങി വരാനൊഴിവില്ലാതെ വിളിയോട് വിളിയല്ലേ. ആ കരണ്ടിന്റെ കാര്യമല്ല, എപ്പോ വേണേലും വിളി വരും. എന്താ എന്താ മാവാ നിനക്ക് അതിന് വേണ്ടി ഞാൻ എന്ത് ദ്രോഹം ചെയ്ത്? എന്താ പ്രശ്നം? നീ കൂടുതൽ അഭിനയിക്കരുത്. എന്തിനാണ് നീ എന്നോട് ഈ കൊലച്ചത് ചെയ്ത്? നിനക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്ത്? ഒന്നുമില്ലെങ്കിൽ നിന്റെ പെങ്ങളെ ഭർത്താവാണ് ഞാനെന്നെങ്കിലും നീ ആലോചിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറ ക്ലീറ്റസ്, എനിക്ക് മനസ്സിലാവണില്ല. നീ മിണ്ടായിരിക്കും, ഞാൻ പറഞ്ഞോളാം. അമ്മാവ ഇവൻ വരുന്നവരെ അവിടെ അലമ്പുണ്ടാക്കിയിട്ടല്ലേ ഇവൻ വന്നത്, പിന്നെ ഇവിടെയും വന്ന് അലമ്പുണ്ടാക്കണോ? സംസാരിക്കരുതേ. എന്റെ ക്ലാസ്സിൽ അനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ പറയാം. നീ ഇത് എന്ത് പണിയാടാ കാണിച്ചു? അവൻ ദേഷ്യപ്പെടുന്നതിൽ എന്താ തെറ്റ്? എത്ര വർഷമായിടാ അവൻ ഈ കതറും കതറിട്ട് രാഷ്ട്രീയ പരിപാടിക്ക് നടക്കുന്നു. ഇപ്പൊ അവനൊരു ഭാവി ഉണ്ടാവുമ്പോ അത് അറിഞ്ഞുകൊണ്ട് നീ അത് തുലയ്ക്കാൻ നിന്നില്ലേ? അമ്മാവ നിങ്ങൾ എന്താ കാര്യം എന്ന് വിചാരിച്ചാ പറ, എനിക്ക് മനസ്സിലാവണില്ലാന്ന്. നിനക്കൊന്നും അറിയില്ല, നീ അഭിനയിക്കരുതേ കൂടുതൽ. ക്ലീറ്റസ് ഞാനൊരു കാര്യം പറഞ്ഞത്, ഒരു ഓഫീസാണ്, വെറുതെ വന്ന് ബോൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. കാര്യം എന്താന്ന് പറ. അമ്മാവ സന്തോഷമായിട്ടാണ് കനകമ്മ എന്ന് പറഞ്ഞു ഇവനിക്ക് ഈ സ്ഥാനം കിട്ടുന്ന കാര്യം. സന്തോഷമൊക്കെ ഉണ്ട് അവന്റെ ഉള്ളില്. അവന്റെ ഉള്ളില് സന്തോഷം വേറെയാണ്. എടാ ക്ലീറ്റസ്, നീ മിണ്ടാതിരിക്കും, ഞാൻ പറയട്ടെ. ഇവന്റെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് ആ സേവിയർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? ആ സേവരനെ അറിയാലോ. അത് അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ എന്ത് പണിയാ കാണിച്ച്? എന്താണ് എടാ ഇവന് ഇന്ന് ജില്ലാ മെമ്പർ ആക്കാൻ പേര് നിർദ്ദേശിക്കണത് ആരാ? ജില്ലാ സെക്രട്ടറി സേവിയർ അല്ലേ? അത് അറിഞ്ഞുകൊണ്ട് ആ സേവിയറുടെ ഫാമിലെ കറണ്ട് നീ എന്തിനാ കട്ട് ചെയ്ത്? മറ്റേ സേവിയർ അമ്മാവ അത് ഇന്റലിജൻസ് പൊക്കിയതാണ്, കരണ്ട് മോഷണം. എടാ മോഷ്ടിച്ചത് നിന്റെ ഒന്നും വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ, സർക്കാരിന്റെ കറണ്ട് അല്ലേ? സർക്കാരിന്റെ കറണ്ട് ആളുകൾ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഇത് കാര്യം എന്താന്ന് പറയട്ടെ ഞാൻ. ഈ മറ്റേ സേവിയർ എന്ന് പറയുന്ന കക്ഷി ഫാം ഹൗസിന്റെ കണക്ഷൻ എടുത്തിട്ട് ഈ വൈദ്യുതി വേറെ പല പരിപാടികൾക്കും വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ വൈദ്യുതി ദുരുപയോഗം ചെയ്തതുകൊണ്ട് അത് അന്വേഷണത്തിൽ പിടിച്ചിട്ടാണ് ഇപ്പൊ ആ കണക്ഷൻ കട്ട് ചെയ്യിപ്പിച്ചത്. അല്ല അങ്ങനെയൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെയാണോ ഈ സേവിയറിന്റെ കറണ്ട് ഇന്നലെ തന്നെ കട്ട് ചെയ്യല്? ഇവന്റെ ഒരു ഭാവി ആലോചിച്ചിട്ട് ഒരു ദിവസത്തിനൊന്ന് കണ്ടിയുമ്പോ എന്താ? എന്റെ അമ്മാവ ഇത് ഇന്ന ആളുടെ ഞങ്ങൾക്ക് അറിയില്ല. 10-12 പേരുടെ ലിസ്റ്റ് ഉണ്ടായി, ഒരാളാ സേവിയർ. അവിടുന്ന് കൺസ്യൂമർ നമ്പർ തരും, ആ കൺസ്യൂമർ നമ്പർ നമ്മൾ പോയിട്ട് അതാണ് കട്ട് ചെയ്യണേ. എന്നാ നീ അങ്ങനെയൊക്കെ പറഞ്ഞോ. പക്ഷെ അയാൾ എന്താ വിളിച്ചു പറഞ്ഞെന്നറിയോ? നിന്റെ അളിയെ മനഃപൂർവ്വം കറണ്ട് കട്ട് ചെയ്തു, അതുകൊണ്ട് ഇവനായിട്ടുള്ള ലോക്യം പോലും ഇല്ലാണ്ടായിരിക്കണം. ഇനി ഇവന്റെ പേര് പറയുന്നത് നിങ്ങൾ അറിയോ? ഇത് മോഷണമാണ്, മോഷണം. മോഷണം ഇതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാവ്. ഇതിലെന്ത് ചെയ്യാൻ പറ്റും? അവര് മേലുദ്യോഗസ്ഥന്മാരൊക്കെ രാഷ്ട്രീയ പിടിപാടായിട്ട് ഇത് അങ്ങോട്ട് മാറ്റിമറിക്കും. അങ്ങനെ മാറ്റിമറിച്ചു കഴിഞ്ഞാൽ അവര് രക്ഷപ്പെടും. നിങ്ങൾ സാധാരണ പണിക്കാർ വല്ല അട്ടപ്പാടിയിലും പോയി ജോലി ചെയ്യേണ്ടി വരും. കനക ഇതിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ സേവറിയേട്ടന്റെ കാര്യം സെറ്റിലായി. മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പിഴ അടപ്പിച്ച് സാധനം ഒക്കെ ഉണ്ട്, കണക്ഷൻ കൊടുക്കാൻ എന്നോട് പറഞ്ഞു. എന്നാ പിന്നെ ക്ലീറ്റസ് നീ ഒരു ടെൻഷൻ അടിക്കണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ പോയിട്ട് കണക്ഷൻ കൊടുക്കാം. ഒരു കാര്യം ചെയ്യ്, വൈകിക്കണ്ട. നിങ്ങള് നമ്മളൊരു 3 മണിക്ക് പോയി കൊടുക്കാൻ. വേണ്ട ഇപ്പോഴേ പോ എന്നാ കൊടുക്ക, ഇവന്റെ ഒരു കാര്യമല്ലേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ നേതാവിനെ വിളിച്ചു പറ, കറണ്ട് കൊടുത്തു കഴിഞ്ഞു, ഒരു പ്രശ്നമില്ല, അതൊക്കെ ഞാൻ ചെന്ന് സോൾവ് ചെയ്തു എന്ന് പറ. വേണ്ട നീ വിളിച്ചു പറഞ്ഞാണ്. നമ്മുടെ കാര്യം കൊണ്ട് ഇവന സെക്രട്ടറി ആയിരിക്കണ്ട. സേവരേട്ടാ അവിടെ ഫാം ഹൗസിൽ കറണ്ട് വന്നു കേട്ടോ. ഇല്ല സത്യം, ഞാൻ നേട്ട ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് അളിയനെ കണ്ടു. അതെ, അളിയൻ ഇന്നലെ ചെറിയൊരു അബദ്ധം പറ്റിയതാ, ആള് മാറിപ്പോയതാ. സേവരേട്ടനാണെന്ന് അറിഞ്ഞില്ല, നമ്മളെ സേവരേട്ടനാണെന്ന് അവന് പറ്റി. ഞാനിപ്പോൾ കൊടുത്തു, വഴക്കും കൊടുത്തു, ചെവിയിലൊരു കിഴക്കും കൊടുത്തു. അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ശരി ശരി, അതെ വരുന്നു, എപ്പോൾ എത്തും? ഇപ്പം എത്തും. ശരി ചേട്ടാ, ഓക്കെ ഓക്കെ. സമാധാനായി. നിങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയിട്ട് മനഃപൂർവ്വം ചെയ്താണെന്ന് കരുതിയിട്ട് ഞാൻ വന്നത്. അങ്ങനെയൊന്നുമല്ല, ഇതിപ്പോ അവര് വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ ഫൈൻ അടച്ചോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നമുക്ക് കൊടുക്കാം, പെട്ടെന്ന് കൊടുക്കാം. എന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ തീ തിന്ന് സത്യം പറഞ്ഞു. അല്ലടാ, ഈ സേവിയർ ഇപ്പൊ ഈ പ്രശ്നമൊക്കെ സോൾവ് ആയ സ്ഥിതിക്ക് നിങ്ങൾ തമ്മിൽ വൈരാഗ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലെങ്കിൽ അങ്ങനെയല്ല, ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു കാരണം മതി. ഇത്രയും നേതാവായിരുന്നിട്ട് സ്വന്തം അളിയനെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നാട് നിയന്ത്രിക്കണോ എന്നൊക്കെ അയാൾ വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ പോയില്ല. നാട്ടിലൊരു സംസാരമുണ്ട് ക്ലീറ്റസിന് ഇത് കിട്ടും. അതെല്ലേ? കേട്ട് ഇപ്പൊ ഒന്ന് പോയിട്ട് ഒന്നുകൂടെ പറയണം, ആള് മാറിപ്പോയതാണ്, മനഃപൂർവ്വം അല്ല. ഒരു ചായ വിളിയിടയിൽ അതൊക്കെ സോൾവ് ആവും. ഞാൻ ഇറങ്ങട്ടെ, പ്രാർത്ഥിക്കണേ. പിന്നെ ഉറപ്പായിട്ട് വാ. ഒന്നും പറയാനില്ലടാ, മൂപ്പര് അത് സമ്മതിച്ചെങ്കിൽ ആ ഗ്രൂപ്പ് തന്നെ സ്ട്രോങ് നീയാവും. നീ വിട്ടോ, ഞാൻ വരാം. അല്ല അമ്മ മോളില്ലേ? അല്ല, ഞാനേ വീട്ടിൽ പോയി ചേച്ചീനൊന്ന് കണ്ടിട്ടേ പോണു. അപ്പൊ മനസ്സിനൊരു സമാധാനം. അവിടെ ചേച്ചി ആകെ ടെൻഷൻ അടിച്ചിരിക്കാവും. നിങ്ങളിങ്ങനെ പോകുന്നതല്ലേ, ഇവൻ ഈ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത്. ഒരു പാന്റ് ഷർട്ട് കൊടുക്കട്ടെ, അല്ല ഇത് വിട്ട് ഇവിടെ ഇരിക്കും. തമാശ.
പിന്നെ സെക്രട്ടറി എന്റെ പേര് നിർദ്ദേശിച്ചപ്പോ നമ്മളെ വർഗീസ് ഉണ്ടല്ലോ, വർഗീസ് ഭയങ്കര ഓപ്പോസിഷൻ എനിക്കെതിരെ, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. സെക്രട്ടറി വീട്ടിലെ അച്ഛൻ നമ്മളെ ആളായോണ്ട് പിന്നെ അതിന് വലിയ പ്രശ്നമുണ്ട്. പിന്നെ നിറയ വൈകിട്ട് ചന്തമുഖല സ്വീകരണം നടക്കുമ്പോ എന്നെ സ്വാഗതം ചെയ്യല്ലോ സെക്രട്ടറി, ആ സമയത്ത് നല്ലൊരു ഗുണ്ട് പൊട്ടണം. പൊട്ടുവോ? എവിടെ നിന്ന് സമയത്ത് പൊട്ടണം. അല്ല അന്നത്തെ മറ്റേ ബക്കറ്റ് വീരിന് ഓട്ടാനുള്ള ബക്കറ്റായിട്ട് വന്നില്ലേ, അതുപോലെ ആവരുത്. അത് അന്നല്ലേ ഇത് ഇന്നല്ലേ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിക്കായിട്ടൊക്കെ നിൽക്കും. നീ ഇങ്ങനെ നിന്നാ പോരാ കേട്ടാ. പിന്നെ അവിടെ കൂടുന്നവർക്ക് ലഡു കൊടുക്കണം പ്രസാദ്. ഒരു 250 ആയിക്കോട്ടെ, അത് കുറയ്ക്കണ്ടേ ഇനി അതിന് വേണ്ടിയിട്ട്. പിന്നെ ഫ്ലെക്സ് എല്ലായിടത്തും വെച്ചല്ലോ. 2 ഫ്ലെക്സ് എനിക്ക് നീ തരണം. ഒന്നുമല്ല, വീട്ടില് മോക്ക് തക്കളി മോക്ക് ഒരേ നിർബന്ധം അച്ഛൻ്റെ 2 ഫ്ലെക്സ് അവിടെ ചുവരിലൊട്ടിക്കണം. അത് നീ വേറെ. പിന്നെ മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ സെക്രട്ടറിയുടെ വണ്ടി കൂടെ അങ്ങ് പോവും, വീട്ടിലേക്ക് വരും. കാരണം ബാക്കി വൈകിട്ട് വീട്ടിൽ ചെറിയ പരിപാടി പായസമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്നെ നോക്കി നിൽക്കണ്ട, നേരെ അങ്ങോട്ട് വരിക, പായസം കുടിക്കാൻ അവിടെ എത്തിക്കണം. അയ്യോ അടയല്ല കടല, നീ അടക്കോഴി കിണുങ്ങും പോലെ കിണുങ്ങി വിളിക്കാതെ പെട്ടെന്ന് ആവട്ടെ. പോ കാര്യങ്ങളൊക്കെ ഉഷാറാക്കും കേട്ടാ. വണ്ടി പോടാ, പോ അങ്ങോട്ട്. പൈസ ഞാൻ തന്നത് മറന്നുപോയല്ലേ, കൊള്ളായി. കവലയിൽ വലിയ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ടമ്മ. ഭയങ്കര തോരണങ്ങളും അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ജില്ലാ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. സ്വീകരണം ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിക്കണ അതല്ല, ഈ ജില്ലാ കമ്മിറ്റിയിലേക്കൊക്കെ തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഇത്ര വലിയ സംഭവമാണോ? ഇത് ഫ്ലെക്സ് ഒക്കെ വെക്കണതിന് വലിയ പോസ്റ്റ് ഒന്നും വേണ്ട. ഇന്നാളെ ആ വട്ടക്കാട്ടമ്പലത്തിൽ ആന വന്നപ്പോ അതിന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായി. ഇവന്റെ ഒരു തമാശ, അത് വേലക്കാർ വെച്ചല്ലേ, അതേപോലെ തന്നെ ഇത് പാർട്ടിക്കാർ വെച്ചിട്ടുള്ളതാണ്. വേലക്കാർ വെച്ച് ഇതൊരു വേലയില്ലാത്തവന്മാര് വെക്കണതാണ്. ഇവൻ എല്ലാ കാര്യത്തിലും വെച്ചാണ്. അമ്മ ഞാൻ അതല്ല ആലോചിക്കണേ, ഇവ എങ്ങനെ ഇത് ഒപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. കുറെ കാലം അതിൽ അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ആദ്യം കുറെ കഷ്ടതയൊക്കെ ഉണ്ടാവും, പിന്നെ പടിയായിട്ട് അവന് ഉയരത്തിൽ. ഇനി അവന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. എന്തായാലും അവന് അസല് കുറുക്കന്റെ ബുദ്ധിയാണ്. അവൻ ആരെടുത്താ പഠിച്ച്? നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിന്റെ അടുത്തല്ലേ. എന്താ അയാളുടെ കൂടെ നിൽക്കാണ്ട് ഇപ്പം കാലി മാറിയത്? ഇപ്പൊ നമ്മുടെ ജില്ലയിലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സേവിയറാണ്. അല്ല അവണ്ടല്ല, അവൻ ശരിക്കും ഈ കണ്ണ് കണ്ടിട്ട് തന്നെ ആയിരിക്കും അത് മാറിയിട്ടുണ്ടാവും. എന്താ സംശയം? അതുകൊണ്ട് സേവിയറിന്റെ വിശ്വസ്തനായോണ്ട് ഇവിടെ യോഗ്യര് ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇവൻ വന്നു കയറിയവൻ ഇത് മേടിച്ചെടുക്കണമെങ്കിൽ ചില്ലറ പണി പോരാ. ഞാൻ പറഞ്ഞു എന്തായാലും ഈ ഐഡിയ ഉണ്ടല്ലോ, ഈ ഐഡിയ കണ്ടിട്ട് തന്നെയാണ് അവൻ അന്ന് മാറിയത്, ഉറപ്പാ. പക്ഷെ അന്ന് മാറിയ സമയത്ത് വെറുതെ എന്തൊക്കെയോ കശപിശൊക്കെ ഉണ്ടായി. പായസം വന്നു. എന്താ സന്തോഷം നോക്ക്. നേതാവിന്റെ ഭാര്യ കുടിച്ചു നോക്കിയോ? നല്ല സൂപ്പർ വയസ്സാ, വേണേ കുടിക്കാർക്കാം. അവനെടുത്തു വെക്കണം. അതൊക്കെ എടുത്ത് അല്ലടാ, നിനക്കൊന്ന് ക്ലീറ്റോന്റെ കൂടെ പോവായിരുന്നില്ല? അതൊക്കെ ഒന്ന് കണ്ടു കേട്ടിട്ടൊക്കെ പോരായിരുന്നല്ലോ. എവിടേക്ക്? ക്ലീറ്റോന്റെ കൂടെ എല്ലാ വലിയ ആൾക്കാരെയൊക്കെ കാണാലോ. ഇവളിത് എന്തായി പറയണേ? അതങ്ങനെ അവരുടെ പാർട്ടിയുടെ മീറ്റിംഗിൽ ഇതിലൊന്നും എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റില്ല. പാർട്ടി മെമ്പർഷിപ്പ് വേണം. ശരിയാടാ, നിന്നെ കയറ്റി വിടൂല്ല ചിലപ്പോ അവര്. എന്നെ കുറെ വിളിച്ചതാ, ഞാൻ പക്ഷെ പോയില്ല. എല്ലാവരും എന്നെ തിരക്കുന്നു. നിനക്കും പോവായിരുന്നില്ല, നിനക്കും പോവായിരുന്നല്ലോ. അല്ലല്ല, ഇനി പല സ്ഥാനങ്ങളിലും അവളെയും കൊണ്ടുപോയെന്നിരിക്കും. പണ്ടേ എന്റെ ഹവിൽദാർ വീരഭദ്രൻ നായർ ഓരോരോ സമ്മേളനങ്ങളിൽ പോകുമ്പോ എന്നെ എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാമോ? അപ്പൊ അവസാനം ഞാൻ മടുത്ത് യാത്ര ചെയ്തത്. യോഗ ഇപ്പൊ കാണുന്ന ഇളക്കെ ഉള്ളു, പിന്നെ അവളും അങ്ങ് മടുക്കും. കനക, ഇനി പണ്ടത്തെ പോലെ അല്ല, അത് നീ എപ്പോഴും ഓർത്തോളണം കേട്ടോ. ക്ലീറ്റോനെ നോക്കിയിട്ട് അതും ഇതൊന്നും അതൊരു കാര്യം. ഇനി നീ പണ്ടത്തെ പോലെ ഒന്നും പറയാൻ നിൽക്കരുത്. ഒരു ബഹുമാനം ഇതൊക്കെ വേണം. അവന്റെ കൂടെ 4-4 ആളൊക്കെ ഉണ്ടാവും. ഞാൻ എന്താ കാണിക്കുന്നത്? ഞാൻ ഒന്നും കാണിക്കുന്നില്ലല്ലോ. അല്ല, ഒന്നും പറയാറില്ല നീ. എന്താ ഞാൻ പറയാറെന്ന്? ക്ലീറ്റോ ഇപ്പൊ ഒരു മന്ത്രിയുടെ സ്ഥാനത്താന്നുള്ളത് ഓർമ്മ. അത്രക്കൊന്നും എത്തിയിട്ടില്ല. തങ്ക എന്താ നീ പറയണ? മന്ത്രി ഒന്നും ആയില്ല മോളെ. ഇനി അതുപോലെ പ്രശ്നം ഉണ്ടാക്കാനാണ് ക്ലീറ്റസിന് നേരെ ഉണ്ടായിട്ട് വേണ്ടേ? എന്നാലും നോക്കി നടന്ന് ചീത്ത വിളിക്കൂ. അവനിഞ്ഞ് 100,000 പ്രശ്നങ്ങളിൽ ഇടപെടണം. ഇവന് വില ഉണ്ടാവില്ല, പക്ഷെ നാട്ടുകാർക്ക് ക്ലീറ്റോന് ഒരു വിലയുണ്ട്. ഞാൻ ആലോചിക്കുമ്പോ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്നറിയോ? ഇനി 24 മണിക്കൂർ ഇതിനകത്ത് ഇങ്ങനെ കുത്തിക്കെട്ടിരിക്കില്ലല്ലോ. രാവിലെ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞ് ഇറങ്ങി പൊക്കോളൂ. അല്ലെങ്കിലും ക്ലീറ്റോ ചടച്ചൂത്തി അവിടെ ഇരിക്കില്ല. എന്നെ സഹായിക്കാൻ വേണ്ടി ഇച്ചിരി ഇരിക്കണതാ. അല്ലെങ്കിൽ ഫുൾ ടൈം പൊതുപ്രവർത്തനം. അതെ, ഇനി പരിപാടി ഒന്നും ഇല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിക്കോളൂ. ഇത് കാര്യങ്ങൾ കളിയാക്കണ ഇത് കാര്യം പറഞ്ഞാണ്. എന്തായാലും അവൻ വന്നിട്ടേ ഞാൻ പോണുള്ളൂ. അമ്മാവാ ധൃതി ഉണ്ടെങ്കിൽ പൊക്കോട്ടാ. കാരണം ഭയങ്കര തിരക്കായിരിക്കും. ക്ലീറ്റോന് ഉടനെ ഒന്നും വരില്ല. ഇല്ല, അവിടെ മീറ്റിംഗിന് വരുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടേ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം.
നമ്മളിപ്പോ 4-5 കൊല്ലോട്ട് കേട്ടോണ്ടിരിക്കല്ലേ. എടാ അത് അതുപോലെ അല്ലടാ, ഒരു ജില്ലാ നേതാവൊക്കെ ആവുമ്പോ ആ പ്രസംഗത്തിന് അതിന്റെ ഒരു ഇതുണ്ടാവില്ല, കേട്ടിരിക്കണം നമുക്കും ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ. ഇനി നീ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല വെറുതെ വഴക്കുണ്ടാക്കലും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് മേലാൽ ചെയ്യരുതെന്ന്. ഇപ്പൊ അവനൊരു പൊസിഷനിൽ ഇരിക്കുകയാണ്, അപ്പൊ അതിനനുസരിച്ച് വേണം ഞാൻ അവനോട് പെരുമാറാൻ. ഞാൻ അതിന് ആവശ്യമില്ലാതെ ക്ലീറ്റോനെ വഴക്കൊന്നും പറയില്ല. നിന്നോടെ ഞാൻ വഴക്കൂടാറുള്ളൂ, ക്ലീറ്റോനോട് ഞാൻ സ്നേഹത്തിലെ പെരുമാറാം. അയ്യോ, ഏത് നേരം കാരണം പറഞ്ഞിട്ട് ഇനി അവിടെ പിടിച്ചിരുത്തരുത്. അവൻ എങ്ങടാ പോണിച്ചാ പൊക്കോട്ടെ എന്ന് കരുതണം. അല്ല എനിക്കും പോകാൻ പറ്റുമല്ലോ. എന്ത് കല്യാണം എന്നല്ല പാർട്ടി ഓഫീസിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്കാർക്ക് പോകാൻ പറ്റൂ. അത് തമിഴ്നാടാന്നാ വിചാരം, കുടുംബടക്കം പാർട്ടി ഓഫീസിൽ പോയിരിക്കും. അല്ല ക്ലീറ്റോ അല്ല പറഞ്ഞത്. മോക്കത്ര പന്തിയല്ലോ. ഒരു കുഴപ്പമില്ല. ക്ലീറ്റോ അളിയാ, അതെ മാല സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല കേട്ടോ. ഞാൻ ഫാസിൽ ഒരുപാട് കറങ്ങി. പിന്നെ തങ്ക നല്ല പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓരോ ഗ്ലാസ് കുടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി അങ്ങ് പോവാൻ പുതിയ ഓണത്തിന്. നിനക്കൊരു മൂഡ് ഔട്ട് അങ്ങോട്ട് കേറിയിരിക്കേ, പായസം കൊടുക്കേ. എന്താ ളിയാ? പായസത്തിൽ ഇത്തിരി വിഷം കൂടി ചേർത്ത് എനിക്ക് താഴെ. എന്താ എന്താ പ്രശ്നം? ഇവിടെ കാര്യം പറ. എന്താടാ ക്ലീറ്റോ? അറിയാതെ കാര്യല്ലേ? സന്തോഷം കൊണ്ടാണ്. ആ എന്താ പറ്റിയേ? ആ സേവിയറില്ലേ അയാൾ കാലുവാരി എങ്ങനെ 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 കാലുവരെന്ന് പറഞ്ഞ അവിടെ അവതരിപ്പിച്ച പാനലിൽ എന്റെ പേരായിരിക്കും എന്നോട് പറഞ്ഞത്. ആ അവസാന നിമിഷം അവിടെ പാനൽ അവതരിപ്പിച്ചപ്പോ എന്റെ പേരില്ല അമ്മാവ. അപ്പൊ നീ മെമ്പർ അല്ലേ? പിന്നെ അയാളുടെ മോന്റെ പേരാ അവിടെ എഴുതി കൊടുത്ത. അപ്പൊ ഇനി ക്ലീറ്റോനാവാൻ പറ്റൂലേ? അപ്പൊ നിന്റെ കൂടെ കുറെ പേരുണ്ടായില്ല അങ്ങോട്ട് പോയപ്പോ അവരാരും നിനക്ക് വോട്ട് ചെയ്തില്ലേ? അവരൊന്നും എന്നെ പിന്താങ്ങിയില്ല, എല്ലാരും അയാളുടെ മോനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നീ ഇപ്പൊ മെമ്പർ അല്ല? ഒന്നും ആ പാർട്ടിയിൽ പോ. എന്റെ പൊന്നളിയാ, നിനക്കൊന്നും പറ്റിയ പണിയല്ല ഇത്. എടാ രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. വലിയ വലിയ താപ്പാനകൾ വാഴുന്ന ഏരിയ. നിന്നെ പോലുള്ള ആളുകളുണ്ടല്ലോ ഈ തെരികിട പാർട്ടിക്കാര്, അവരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൂക്കും കുത്തി വീഴും. അവിടെയൊക്കെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് വരുന്നവരാരാണെന്ന് നീ നോക്കിയിട്ടുണ്ടോ? അവരുടെയൊക്കെ ബന്ധുക്കള് ഇല്ലെങ്കിൽ മക്കള് ഇതുപോലുള്ള ആളുകളെ കാണൂ. നിന്നെ പോലുള്ള ആളുകളെയൊക്കെ പാർട്ടിക്ക് ആവശ്യം എന്തിനാണെന്നറിയാമോ? പോസ്റ്റർ ഒട്ടിക്കാനും ജയ് വിളിക്കാനും തല്ലുകൊള്ളാനും. ഇതാണ് രാഷ്ട്രീയം. Alien versus Alien.